ഒരു തലച്ചോർ ലാബിൽ വളർത്തിയെടുത്ത് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിം കളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു തലച്ചോറാണ്. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാൾ വളരെ 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 ഡേഞ്ചറസ് ആയിട്ടുള്ള ഓർഗനോയിഡ് ഇൻ്റലിജൻസിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം മേഖലകളെ AI ഇന്ന് അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ടും കൈവെള്ളയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ ഒരു കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു വ്യത്യസ്ത വിഭാഗം കൂടെ ഇതുപോലെ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾക്ക്, റിസർച്ചുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓർഗനോയിഡ് ഇൻ്റലിജൻസ് ആണ്. നമ്മുടെയൊക്കെ തലച്ചോറ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം പ്രവൃത്തികളുടെ എണ്ണം എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എത്രയാണ്? അത് ഏറെക്കുറെ ഒരു എക്സാ ഫ്ലോപ്പോളം വരുമെന്നാണ് പറയുന്നത്. അതായത് ഒന്നിന് ശേഷം 18 പൂജ്യങ്ങൾ വരുന്ന വലിയൊരു സംഖ്യയാണ് എക്സാ ഫ്ലോപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ വിശദീകരിക്കുകയാണെങ്കിൽ 100 കോടി ജനങ്ങളെ എടുത്തുകൊണ്ട് ഈ ഓരോ ആളുകൾക്കും 100 കോടി ജോലികൾ വീതം നൽകിയിട്ട് ഈ ആളുകളെല്ലാം തന്നെ അതിനൊരൊറ്റ സെക്കൻഡിൽ ചെയ്തു തീർക്കുകയാണെങ്കിൽ അവിടെ ഒരു സെക്കൻഡിനുള്ളിൽ ഒരു എക്സാ ഫ്ലോ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അത്രത്തോളം പൊട്ടൻഷ്യലാണ് നമ്മുടെ തലച്ചോറിനുള്ളത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന മറ്റൊരു വലിയ ചോദ്യമുണ്ട്. ഇന്ന് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഒക്കെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാണോ, എത്രത്തോളം പ്രവർത്തികൾ ഒറ്റ സെക്കൻഡിൽ ഇത്തരത്തിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും? ആ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫ്രോണ്ടിയർ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. ഈ ഒരു ഫ്രോണ്ടിയറിന് ഒരൊറ്റ സെക്കൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന പ്രവൃത്തികളുടെ എണ്ണം എന്ന് പറയുന്നത് 1.102 എക്സാ ഫ്ലോപ്പാണ്. അതായത് ഏറെക്കുറെ 600 മില്യണിലധികം തുക ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള 680 മീറ്റർ സ്ക്വയർ ഏരിയയിൽ കൂടുതൽ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 145 കിലോമീറ്റർ നീളത്തിലുള്ള കേബിളുകൾ ഉപയോഗിച്ചിട്ടുള്ള 20 മെഗാവാട്ട് എനർജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 580 കോടി ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനടുത്ത് നമ്മളൊരു മനുഷ്യനെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഈ ഒരു മനുഷ്യൻ്റെ തലച്ചോറും ഈ ഒരു ഫ്രോണ്ടിയറും ഏറെക്കുറെ ഒരേ നിലയ്ക്ക് പ്രവർത്തിക്കുന്നു എന്ന് വരെ നമുക്കവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. അത് അത്രത്തോളം പൊട്ടൻഷ്യലാണ് നമ്മുടെ മനുഷ്യരുടെ, നമ്മുടെ ഓരോരുത്തരുടെയും തലച്ചോറിനുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളിതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത്രത്തോളം പ്രവർത്തികൾ ചെയ്യാൻ നമ്മുടെ തലച്ചോറിന് കഴിയുമെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടർ ഓപ്പറേഷനുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് സിലിക്കൺ ബേസ്ഡ് പ്രൊസസ്സറുകൾക്ക് പകരമായിട്ട് ഇതുപോലുള്ള മനുഷ്യരുടേതുപോലുള്ള തലച്ചോറുകൾ നമുക്ക് ഉപയോഗിച്ചുകൂടാ? വലിയൊരു ചോദ്യം തന്നെയാണിത്. ഇതിനുള്ള മറുപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളുടെ ജോലികളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്തിട്ട് അതിനെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളാണ് അറിയാത്ത ആളുകളുടെ ഒക്കെ തന്നെയും ജോലി അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായി ഇത്തരം AI ടൂളുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാസ്റ്റർ ക്ലാസ് എന്ന പേരിൽ നമ്മൾ മലയാളത്തിൽ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള AI ടൂളുകൾ നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങളിലൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നും കൂടുതലായിട്ട് പണം സമ്പാദിക്കാമെന്നും ഒക്കെ വിശദീകരിക്കുന്ന നിലയിലാണ് നമ്മൾ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല അതൊരു സർട്ടിഫൈഡ് കോഴ്സ് കൂടിയാണ്. ഇതിനോടകം 1000-ഓളം വരുന്ന ആളുകൾ നമ്മുടെ ഒരു കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും താഴെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു പ്രധാനമായ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ AI ടൂളുകളാണ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കോഴ്സിനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ലൈഫ് ടൈം ആക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും 5999 രൂപ വില വരുന്ന നമ്മുടെ ഒരു കോഴ്സ് നിങ്ങൾക്ക് നമ്മളിപ്പോൾ നൽകുന്നത് വെറും 999 രൂപക്കാണ്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഒരിക്കലും AI ഒരു മത്സര ലോകത്ത് നിങ്ങൾ പുറകിലാക്കപ്പെടാതിരിക്കൂ. അപ്പോൾ ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ തലച്ചോറുകൾക്ക് ഏറെക്കുറെ 1300 മുതൽ 1400 വരെ ഗ്രാം ഭാരം വരുന്ന ഈ ഒരു തലച്ചോറുകൾക്ക് ഇത്രത്തോളം
ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സാധ്യതകൾ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചില ആളുകളൊക്കെ തന്നെ നമ്മൾ ഹ്യൂമൻ കമ്പ്യൂട്ടറുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ ഈ ആളുകളൊക്കെ തന്നെയും കമ്പ്യൂട്ടറുകളെ വരെ മറികടക്കാറുണ്ട്. പ്രത്യേകിച്ച് ചില കാൽക്കുലേഷനുകളും മറ്റുമൊക്കെ കമ്പ്യൂട്ടറുകൾ ഉത്തരം നൽകുന്നതിനേക്കാൾ മുൻപേ തന്നെ ചില മനുഷ്യർ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് അവതരിപ്പിക്കാറുണ്ട്, വിശദീകരിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാടധികം ആളുകളെക്കുറിച്ച്, ഹ്യൂമൻ കമ്പ്യൂട്ടറുകളെക്കുറിച്ച് നിങ്ങളൊക്കെ തന്നെയും ഇൻ്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. കൃത്യമായ നിലയിൽ ആളുകളുടെ തലച്ചോറുകൾ നിരന്തരമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പല പല കാര്യങ്ങളും പോസിബിളാണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഗോ എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ലോകത്തെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലെയറെ ആൽഫ ഗോ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം പൂർണ്ണമായിട്ടും ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗോ എന്ന് പറയുന്ന ഗെയിം കളിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കുറേ കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ വിജയങ്ങൾ ഈ ഒരു ഗെയിമിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പ്ലെയറെ പോലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആൽഫ ഗോ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ 1,00,000-ലധികം വരുന്ന ഗെയിം സെറ്റുകളുടെ ഡാറ്റകളും മറ്റൊക്കെ നൽകിയിട്ടാണ് ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയായിരുന്നത്. അതിനാലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തി അയാളുടെ തലച്ചോറിനെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് ട്രെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാടധികം പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ സ്റ്റോറേജിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരാളുടെ തലച്ചോറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ 2500 ടെറാബൈറ്റാണ്. ഇന്നിപ്പോൾ സുലഭമായിട്ട് തന്നെ 1 TB സ്റ്റോറേജൊക്കെ ഉള്ള ഫോണും ഹാർഡ് ഡിസ്കുകളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻ്റർനെറ്റിലെ വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റകളൊക്കെ തന്നെ സേവ് ചെയ്ത് വെക്കുന്ന കമ്പ്യൂട്ടറുകൾ, അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്ററുകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ ഡാറ്റാ സെൻറ്ററുകൾക്ക് ആകെ മൊത്തം ചിലവാക്കേണ്ടി വരുന്ന കറണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏറെക്കുറെ 17,000 മെഗാവാട്ടോളമാണ്. പക്ഷേ ഈ ഒരു പ്രവർത്തികൾക്ക് വേണ്ടി, ഈ ഡാറ്റാ സ്റ്റോറേജുകൾക്കൊക്കെ വേണ്ടിയിട്ട് തലച്ചോറുകളാണ് നമ്മളോട് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ കൂടെ ചിലവാക്കപ്പെടേണ്ടി വരുന്ന എനർജി എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റിയുടെ അളവ് എന്ന് പറയുന്നത് 1600 കിലോവാട്ടാണ്. അതായത് ആകെ തുക നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ എടുത്ത് കംപ്ലീറ്റ്ലി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അയാളുടെ തലച്ചോറിനെ മാറ്റിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാടധികം വെല്ലുവിളികൾ നേരിടുന്ന വിഷയങ്ങളാണ്. എങ്കിൽ കൂടെയും ഒരു തലച്ചോറിനെ നമ്മൾ നേരെ ലാബിൽ വളർത്തിയെടുത്തിട്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ തലച്ചോറിനേക്കാൾ വലിയ വലുപ്പത്തിൽ അതിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്, കൃത്യമായിട്ടുള്ള ഓപ്പറേഷനുകൾക്ക് അടിസ്ഥാനത്തിൽ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ് എങ്കിൽ വളരെ ചെറിയ എനർജി ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളെ മറികടക്കുന്ന നിലയിലേക്കുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ ലാബിൽ നിർമ്മിച്ചെടുക്കുന്ന ഈ തലച്ചോറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു ഓർഗനോയിഡ് ഇൻ്റലിജൻസ് ജനനം കൊള്ളുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ബയോളജി രണ്ടും കൂടി ചേർത്ത് വെക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഈ ഒരു ഓർഗനോയിഡ് ഇൻ്റലിജൻസിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങളിലൂടെ ഒക്കെ തന്നെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും 2013 ഒരു ചർമ്മകോശത്തിൽ നിന്ന് പോലും നമുക്കൊരു ബ്രെയിൻ സെൽ നിർമ്മിച്ചെടുക്കാമെന്ന് പറയുന്ന, ലാബിൽ വളർത്തിയെടുക്കാമെന്ന് പറയുന്ന കണ്ടെത്തലുകൾക്കൊക്കെ ശേഷമാണ് ഈ ഒരു മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ ലാബിൽ ഒരു തലച്ചോറ് വളർത്തിയെടുത്തിട്ട് എന്തുകൊണ്ട് അതിനെ കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നെയും ഉടലെടുത്തിട്ടുള്ളതൊക്കെ അതിന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് ഏറ്റവും ഒടുവിൽ ഈ ബ്രെയിൻ സെല്ലുകളെ വെച്ചുകൊണ്ട് ട്രെയിൻ ചെയ്ത് ഒരു ഗെയിം കളിപ്പിക്കുന്ന നിലയിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു ഗെയിമിനെ കുറിച്ച് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന പോണി എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 8 ലക്ഷം ബ്രെയിൻ സെല്ലുകളെ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ ഇലക്ട്രോഡുകളുടെയും മറ്റുമൊക്കെ സഹായത്തോടുകൂടെ 5 മിനിറ്റ് നേരം ഈ ഒരു പോണി ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു ബ്രെയിൻ സെല്ലുകൾക്ക് നൽകിയതിന് ശേഷമാണ് ഈ ബ്രെയിൻ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗെയിം, പോണി ഗെയിം സ്വന്തമായിട്ട് കളിപ്പിച്ചിട്ടുള്ളത്. അവിടെയും 100% അക്യുറസിയോടെ ഒന്നും ഈ ഒരു ഗെയിം ബ്രെയിൻ സെല്ലുകൾ കളിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ച മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം, പിറ്റേ ദിവസമായപ്പോഴേക്ക് തലേന്ന് നൽകിയിട്ടുണ്ടായിരുന്ന ഗെയിമുമായി ബന്ധപ്പെട്ട ഡാറ്റകളും മറ്റൊക്കെ പൂർണ്ണമായിട്ടും ഈ ബ്രെയിൻ സെല്ലുകൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യമാണ്. അതായത് ഇന്നും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഗവേഷണങ്ങൾ എങ്ങനെ
എങ്ങനെ കൃത്യമായിട്ട് ഈ ബ്രെയിൻ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടിംഗ് നടത്താമെന്ന കാര്യത്തിൽ വലിയ തോതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് എങ്ങനെയാണ് ഈ ഒരു ബ്രെയിൻ സെല്ലുകൾക്കകത്ത് കൃത്യമായിട്ട് ഡാറ്റ സ്റ്റോർ ആകുന്നത്, എങ്ങനെ അതിനെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടി ട്രെയിൻ ചെയ്തെടുക്കാം, അങ്ങനെ തുടങ്ങി ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാടധികം കോംപ്ലിക്കേഷൻസ് നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറ് കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും മരണശേഷം അയാളുടെ തലച്ചോറിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ തലച്ചോറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മരണശേഷം നമുക്ക് ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല. ഇനി ഇതിനും അപ്പുറത്തേക്ക് ലാബിൽ ഇത്തരത്തിലുള്ള ഒരു തലച്ചോറിനെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാലും അവിടെയും അതിൻ്റെ ഡാറ്റ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ഡാറ്റ സ്റ്റോറേജ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളിൽ നമ്മൾ ഇന്നും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാലം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ സംഭവിക്കുമെന്ന കാര്യം നമുക്ക് കണ്ണടച്ച് ഇപ്പോൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കാം എന്നൊക്കെ പറയുന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. ഇവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു വിഷയമുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റകളൊക്കെ തന്നെ നൽകിയിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്ന പൂർണ്ണമായിട്ടുള്ളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ലെവലാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഓർഗനോയിഡ് ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഓർഗനാണ് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഐറ്റമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഡാറ്റകൾ നൽകുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എത്തിക്കൽ ഇഷ്യൂസാണ്. ഒരു ബയോളജിക്കൽ തിങ് ആണ് ഇത് എന്നതിനാൽ തന്നെ ഒരു പക്ഷേ ഇതിന് സ്വന്തമായിട്ടുള്ള ചിന്തകളുണ്ടാകാം, വേദനകളുണ്ടാകാം, സന്തോഷങ്ങളുണ്ടാകാം, തോട്ടുകളുണ്ടാകാം. ഇതിനൊക്കെയുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. പൂർണ്ണമായിട്ടും ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ചും ഇനി കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതായത് ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകുമോ, തോട്ട്സ് ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കും, ഇതിനൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം കാര്യങ്ങൾ ഇവിടെ ഇനിയും അങ്ങോട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാൾ എന്തുകൊണ്ട് ഈ ഒരു ഓർഗനോയിഡ് ഇൻ്റലിജൻസ് ഡേഞ്ചറസ് ആകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ഒരു കാര്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാൾ ഇമോഷണലി കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഒരു പക്ഷേ ഈ ഒരു ഓർഗനോയിഡ് ഇൻ്റലിജൻസിന് സാധ്യമായേക്കും. അതായത് ഇത്തരത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഈ തലച്ചോറുകൾ അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനും അതിന് നിർമ്മിച്ചെടുത്തിട്ടുള്ള മനുഷ്യർക്കെതിരെ പോലും തിരിയാനുള്ള സാധ്യതകൾ ഒരിക്കലും നമുക്ക് അവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല. അത് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉയർത്തുന്ന വെല്ലുവിളികളെക്കാൾ ഒരുപാടധികം മുകളിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ഏത് കാര്യമാണ് നിങ്ങൾ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത്, ആ കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള AI ടൂളുകളെ കുറിച്ചൊക്കെ തന്നെയും അതെങ്ങനെ നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്ന AI മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ സർട്ടിഫൈഡ് കോഴ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സുവർണ്ണ അവസരം തന്നെയാണ്, ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാൾ വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് ഓർഗനോയിഡ് ഇൻ്റലിജൻസ് മാറുമോ, മനുഷ്യർക്കെതിരെ പോലും അത് തിരിയുമോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവ കൂടെ തീർച്ചയായും താഴെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം ഇൻഫോർമേറ്റീവ് വീഡിയോസുകളുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.